ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്പൈ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയുണ്ട് മഴ പെയ്ത് വെള്ളം പൊങ്ങിയപ്പോൾ ഞങ്ങളുടെ നാടിൻ്റെ അടിപൊളിയല്ലയോ? മല മൊത്തം പുകഞ്ഞ് കയറിയിരിക്കുകയാണ്, മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞൊഴുകിയിരിക്കുകയാണ്. കണ്ടാൽ തന്നെ അറിയാം പാലം മുങ്ങാറായി. ഇവിടെ മീൻ പിടിക്കാൻ നോക്കിയാൽ ഒന്നും കിട്ടില്ല എന്ന് ഉറപ്പായി. ഇനി വേറെ എങ്ങോട്ടേലും നീങ്ങി മീൻ പിടിക്കാമെന്നുള്ള പ്ലാനിൽ ഞാനും നമ്മുടെ സുഹൃത്തുക്കളോട് നിൽക്കുകയാണ്. ആശാനും ഒക്കെ വരാനുണ്ട്. ആശാനൊക്കെ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലത്ത് നമുക്ക് വീഡിയോ പിടിക്കാൻ അവർ സമ്മതിച്ചാൽ നമ്മൾ വീഡിയോ ഇടും. കാരണം ഒരുപാട് ആൾക്കാരായി കഴിഞ്ഞാൽ പിന്നെ അവിടെ മീൻ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. കുറച്ച് സ്ഥലമേ ഉള്ളൂ. നല്ല വെള്ളമാണ്. നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സീതത്തോട്ടിൽ നിന്ന് ഒഴുകി വരുന്ന ആറാണ്. കക്കാടാറ്റിൽ നിന്ന് വരുന്ന വെള്ളവും പിന്നെ അള്ളങ്ക ഡാമിൽ നിന്ന് വരുന്ന വെള്ളവും ഇതിപ്പം പടനിപ്പാറ വെള്ളം കൂടെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ. നമ്മൾ പുതിയൊരു സ്ഥലത്ത് വന്ന് ഇരുന്ന് ആശാനും നമ്മളെല്ലാം പിള്ളേരെല്ലാം കൂടി സ്റ്റിക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെള്ളം ഈ തോട്ടിൽ നിന്ന് ഭയങ്കര ഒഴുക്കായതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് അടിക്കുമോ അടിക്കത്തില്ല എന്നുള്ള പ്രതീക്ഷ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് സ്റ്റിക്ക് അനങ്ങുന്നുണ്ട്. പിടിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെക്കാളും വിദഗ്ധരായ ആൾക്കാർ അപ്പുറത്ത് നല്ല കഷ്ടപ്പെട്ടിരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ മാറി വേറെ സ്ഥലത്ത് വന്നു. ആ സ്ഥലത്ത് വന്നപ്പം കട്ട ചൂണ്ടയിടില്ല. നമ്മളെക്കാളും ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ഥലത്ത് കമ്പ് കുത്താൻ സ്ഥലമില്ലാത്ത പോലെ 1 2 3 4 5 6 7 ചൂണ്ട. അവിടുന്ന് മീൻ പിടിച്ചത് വീഡിയോ എടുക്കാൻ സമ്മതിക്കാഞ്ഞോണ്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നമ്മുടെ പഴയ സ്ഥലത്ത് വന്നു. എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടോ? അസാധ്യം മീൻ പിടുത്തമാണ്. ശരിക്ക് കരിമീനുണ്ടായിരുന്നു, തൂളി ഐറ്റംസ് എല്ലാം കൂടി കണ്ട. ഓരോ കിലോ വരുന്ന കരിമീൻ സൈസാട്ടോ, ചെറുതല്ല, നല്ല മുഴുത്ത കരിമീനാണ്. വീഡിയോ കാണുമ്പോൾ എത്ര ഉണ്ടെന്ന് മനസ്സിലാകത്തില്ല. അസാധ്യ സൈസാണ്. ഇതിനെല്ലാം വറുത്ത് പൊരിച്ചാലോ പൊരിച്ചിട്ട് വറുത്താലോ എന്നറിയത്തില്ല. ആ രീതിയിലുള്ള രീതിയായി ഇങ്ങനെ പോകുന്നു. കുടഞ്ഞിട്ടൊന്നും വീഴുന്നില്ലേ? തെള്ളിയിടാശാനെ. അപ്പം ഇതാണ് സ്റ്റിക്ക്. ഇതിലാണ് നമ്മൾ റീൽ വാരിൻ്റെ ഫ്രോഗ് ഇട്ടടിച്ച് ഒരു ചെറുമീനെ കയറ്റിയ വീഡിയോ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. വീഴുന്നില്ലല്ലോ, മുള്ള ഉടക്കി കിടക്കുക. നമ്മുടെ വലയ്ക്കകത്ത് ഇട്ടുകൊണ്ട് വന്നുകൊണ്ട് ഇനി തിരിച്ചിടാതെ ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായി. എങ്ങനെയില്ല അവനെ താഴെ ഇറക്കണം. വീണില്ല. എന്തുകൊണ്ട്? ഒരമനുണ്ട്. ഏറ്റവും കൂടുതൽ തൂളിയാണ് നമുക്ക് ശരിക്കും അടിക്കുന്നത്. പിന്നെ വേറെ ബക്കറ്റ് കുറച്ച് മീൻ കിടപ്പുണ്ട്, അവനെ കൂടെ എടുത്തിടണം. ഇവനെ ഇറക്കിയിട്ട് വേണമല്ലോ ഇറക്കാൻ ഉള്ള പ്ലാനിങ് ഇങ്ങനെ നിൽക്കുകയാണ്. വീണു. ഇത് ഒരുമാതിരി കരിമീൻ നമ്മളായിട്ട് പെടത്തുകയാണല്ലോ. പക്ഷേ ക്ലൈമാക്സിലാണ് കേട്ടോ ശരിക്കും മീനുള്ളത്. മറ്റേ ആ ബക്കറ്റിനകത്തിരിക്കുന്ന മീൻ അന്യായമാണ്. നമ്മൾ കോർത്തുകൊണ്ട് വന്നവനെ കമ്പിട്ട് കോർത്ത് എടുത്തുകൊണ്ട് വന്നു. അതിനകത്തൊരു രോഹുവിൻ്റെ കുഞ്ഞുണ്ട്. ഇതത് നമ്മൾ ആ രോഹുവിൻ്റെ കുഞ്ഞിനെ കിട്ടിയതാണ് തകർത്തത്. അങ്ങനെ ഉണ്ടോ? മറ്റന്മാരെ പിടിച്ച് നമ്മൾ ബക്കറ്റ് വെച്ചിട്ട് ഇമാരെ കോർത്തുകൊണ്ട് വന്നമാരെ നമ്മൾ ഇറക്കി. അത് ആ രോഹുവിൻ്റെ കുഞ്ഞ്. ഒരു 2 തൂളി ഒരു കൂറിലേ ഉള്ളൂ. ഇനിയും നമ്മുടെ സ്റ്റിക്ക് 3 സ്റ്റിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 3 സ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്നാണ് ചെറുമീനെയൊക്കെ പിടിക്കുന്നത്. പക്ഷേ വലിയ കാര്യമായിട്ട് ഇപ്പം അടിക്കുന്നില്ല. വെള്ളം മൊത്തം കുറച്ചിട്ടേ കണ്ടുകൊണ്ട്